നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗംഭീരം, അതിഗംഭീരം. ഇതിനേക്കാൾ നല്ലൊരു വാക്ക് ഉപയോഗിച്ച് ബാഴ്സയുടെ ഈ സീസണെ വിശേഷിപ്പിക്കാനില്ല. അത്രക്കും സുന്ദരമായിട്ടാണ് ബാഴ്സലോണയെ ഈ സീസണിൽ ഹാൻസി ഫ്ലിക്ക് മുന്നോട്ട് കൊണ്ടുപോയത്. 3 കിരീടങ്ങൾ അവർ ചൂടുകയും ചെയ്തു. അതിൻ്റെ ഒടുവിൽ ഇതാ സീസണിലെ അവസാന മത്സരം പൊളിച്ചടുക്കി അവസാനിപ്പിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ അവർ ഇന്നലെ പരാജയപ്പെടുത്തി. അത് എവേ മത്സരത്തിലായിരുന്നു. റോബർട്ട് ലെവൻഡോസ്കി ഇരട്ട ഗോളുകൾ നേടിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടിയും 100 ഗോളുകൾ തികച്ചിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. ഒടുവിൽ ഡാനി ഒൽമോയുടെ ഒരു പെനാൽറ്റി ഗോൾ കൂടി വന്നപ്പോൾ 3 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് ടീം സ്വന്തമാക്കിയത്. മത്സരത്തിൽ FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കിയും റാഫിനയും ഫെർമിൻ ലോപ്പസും ലാമിൻ യമാലും ഒക്കെ ഒരുമിച്ച് അണിനിരന്നു. കളിയുടെ 14-ാമത്തെ മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ആദ്യ ഗോൾ, തൊട്ടു പിന്നാലെ 17-ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോളും അദ്ദേഹം സ്വന്തമാക്കിയതോടെ ബാഴ്സലോണ വിജയം ഉറപ്പാക്കിയിരുന്നു. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ഡാനി ഓൽമോ സ്കോർ 3-0 എന്ന രൂപത്തിലേക്ക് മാറ്റി ഗംഭീരമായ വിജയം നേടിക്കൊണ്ട് ഗംഭീരമായിട്ട് സീസൺ അവസാനിപ്പിക്കുന്ന കാഴ്ച കണ്ടു. ബാഴ്സലോണ 38 കളികളിൽ നിന്ന് 88 പോയിന്റോടെയാണ് ഇത്തവണ ജേതാക്കളായിരിക്കുന്നത്. രണ്ടാമതുള്ള റയലിന് 38 കളികളിൽ നിന്ന് 84 പോയിന്റാണുള്ളതെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് 38 കളികളിൽ നിന്ന് 76 പോയിന്റുമായിട്ട് 3-ാം സ്ഥാനമാണ് ലഭിച്ചത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ 38 കളികളിൽ നിന്ന് 70 പോയിന്റ് നേടിയപ്പോൾ വിയാറയൽ 38 കളികളിൽ നിന്ന് 70 പോയിന്റാണ് അവരും സ്വന്തമാക്കിയത്. ഏതായാലും FC ബാഴ്സലോണ ഇതാ ഈ സീസൺ പൊളിച്ചടുക്കി കൊണ്ട് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.